നമ്മുടെ നിത്യജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം, അതേപോലെ തന്നെ അസർ നമസ്കാരത്തിൻ്റെ ശേഷം, ഇനി സാധ്യമായില്ലെങ്കിൽ സൂര്യോദയത്തിൻ്റെ ശേഷം പകലിൽ തുടക്കത്തിലോ, അതല്ലെങ്കിൽ മഗ്രിബിൻ്റെ ശേഷമായാലും വിരോധമില്ല, രാത്രിയിലോ ഒക്കെ നിർവഹിക്കാവുന്നവയാണ് ഈ അദ്കാറു സബാഹും അദ്കാറുൽ മസാഉമൊക്കെ. ആ കൂട്ടത്തിൽ ഒരു ദിക്റാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് കേട്ട് ഉദ്ധരിച്ചത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ അബ്ബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുമ. അബാൻ എന്നവരാണ്. അദ്ദേഹം ഒരു താബിഈകളിൽ പ്രസിദ്ധനായ വ്യക്തിത്വമാണ്. അദ്ദേഹം പറയാണ്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കേട്ടത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുകയുണ്ടായി: മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ, ബിസ്മില്ലാ അല്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് സലാസു മറാത്തിൻ, 3 തവണ ആരെങ്കിലും പറഞ്ഞാൽ, ലം തുസിബുഹു, അവനെ ബാധിക്കുന്നതല്ല, ഫുജ്അതു ബലാഇൻ, ഏതെങ്കിലും വിധത്തിലുള്ള പെട്ടെന്നുള്ള ഒരു പരീക്ഷണങ്ങളോ വിപത്തുകളോ അവനെ ബാധിക്കുകയില്ല, ഹത്താ യുസ്ബിഹ, അവൻ പ്രഭാതമാകുന്നത് വരെ. ഇനി വമൻ ഖാലഹ ഹീന യുസ്ബിഹു, ആരെങ്കിലും ഇത് പ്രഭാത സമയത്ത് പറഞ്ഞാൽ, 3 തവണ പറഞ്ഞാൽ, വൈകുന്നേരമാകുന്നത് വരെ യാതൊരു വിധത്തിലുള്ള പരീക്ഷണങ്ങളും അതല്ലെങ്കിൽ വിപത്തുകളും അവനെ ബാധിക്കുകയില്ല എന്ന്. വളരെ വ്യക്തമാണ് ഹദീസിലെ ആശയം. വളരെ പ്രാധാന്യമർഹിക്കുന്ന അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദിക്റുമാണത്. എന്താണ് തുടക്കം തന്നെ? ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? ഏതൊരു കാര്യമാണോ നമ്മൾ പറയുന്നത്, ആ കാര്യം ഞാൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു എന്നാണ്. എപ്പോൾ ബിസ്മില്ല പറയുന്നുവോ അതിൻ്റെ ഉദ്ദേശം. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശം? അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു, വെള്ളം കുടിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ആരംഭിക്കുന്നു. ഇങ്ങനെ ഏത് കാര്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ ബിസ്മില്ല പറയുന്നുവോ ആ കാര്യം ഞാൻ റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുന്നു എന്നാണ് ഉദ്ദേശം. ഇവിടെ പ്രഭാതത്തിൽ തന്നെ 3 തവണ ഇത് പറയാൻ പറഞ്ഞു. ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ റബ്ബിനോട് എല്ലാ അർത്ഥത്തിലും സഹായം തേടുകയാണ്. എങ്ങനത്തെ നാമമാണ് അള്ളാഹുവിൻ്റെ നാമം? അല്ലദീ ലാ യദുറു മഅസ്മിഹി, അവൻ്റെ നാമത്തിൻ്റെ കൂടെ ഒരു ഉപദ്രവവും വരുത്തുകയില്ല, ശൈഉൻ, യാതൊരു വസ്തുവും തന്നെ, ഫിൽ അർളി, ഭൂമിയിലാവട്ടെ, വലാ ഫിസ് സമാ, ആകാശത്തുമില്ല. ആകാശഭൂമികളിൽ എവിടെയും തന്നെ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം പിന്നെ ഒരു ബുദ്ധിമുട്ടും ഒരു ഉപദ്രവവും ബാധിക്കുകയില്ല. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇതാ ഞാൻ സഹായം തേടുന്നു. വഹുവസ് സമീഉൽ അലീം, ആരാണ് അള്ളാഹു? അവനെല്ലാം കേൾക്കുന്നവനാണ്. എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള പ്രാർത്ഥനകളും അതേപോലെ തന്നെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളുമൊക്കെ നന്നായി അറിയുന്നവനാണ് റഹ്മാനായ റബ്ബ്. അതുകൊണ്ട് തന്നെ അവൻ അൽ അലീം, എല്ലാം നന്നായി അറിയുന്നവനുമാണ്. നോക്കൂ നിങ്ങൾ, എത്ര മഹത്തായ ആശയമാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. റഹ്മാനായ റബ്ബിൻ്റെ നാമം അത് ആത്മാർത്ഥമായി ഒരാൾ വളരെ ഈമാനികമായ ദൃഢതയോടുകൂടി അള്ളാഹുവിൻ്റെ നാമത്തോടൊപ്പം ആ നാമം പറഞ്ഞാൽ എനിക്കൊന്നും ബാധിക്കുകയില്ല എന്ന ഈമാനികമായ ദൃഢതയോടെ വളരെയേറെ വിശ്വാസത്തോടുകൂടി പറയുന്നവൻ്റെ ഹൃദയത്തിൽ അത് നല്ല ആഴ്ന്നിറങ്ങിക്കൊണ്ട ഒരാൾ ആ നിലക്ക് പറയുകയാണെങ്കിൽ ആകാശഭൂമികളിൽ ഒന്നും തന്നെ ഉപദ്രവിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ബാക്കിയുള്ളത്? ഒന്നും ബാക്കിയില്ല. ആകാശഭൂമികൾ എന്ന് പറയുമ്പോൾ ഉന്നതമായ ലോകമാണല്ലോ ആകാശം, താഴെയാണ് ഭൂമി. അപ്പൊ മുകൾ തൊട്ട് താഴെ വരെ ആലം മുഴുവനും റഹ്മാനായ റബ്ബിന്റെ കാവലുണ്ടാകും. ആരിൽ നിന്നൊക്കെ മനുഷ്യന് ഉപദ്രവങ്ങൾ ഉണ്ടാകാം, മനുഷ്യരിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാവാം,
ജിന്നുകളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകാം, പിശാചുക്കളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാവാം. ഇനി അതല്ലെങ്കിൽ വാനലോകത്ത് നിന്ന് വരുന്ന വല്ല വിപത്തുകള്, മാറാവ്യാധികള്, രോഗങ്ങളൊക്കെ ഉണ്ടാകാം. അവിൽ കായിനി ഫിൽ അർളി, ഇനി അതല്ലെങ്കിൽ ഭൂമിയിൽ നിന്നുണ്ടാകാവുന്ന പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടാകാം. അതൊക്കെ ഏത് തന്നെയുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ഈ നാമത്താൽ ഒരാൾ പ്രഭാതത്തിൽ തന്നെ 3 തവണ റഹ്മാനായ റബ്ബിനോട് സഹായം തേടിയാൽ ആകാശത്തിന്റെ ഭാഗത്തു നിന്നോ ഭൂമിയുടെ ഭാഗത്തു നിന്നോ ഉള്ള ഒരു വിധത്തിലുള്ള മുസീബത്തുകളും അവനെ ബാധിക്കുകയില്ല എന്നാണ്. വഹുവ സമീഉൽ അലീം. ആരോടാ നമ്മൾ ഈ സഹായം തേടുന്നത്? അവനെല്ലാം കേൾക്കുന്നവനാണ്. മനുഷ്യരുടെ കേൾവിക്കും കാഴ്ചക്കും അറിവിനുമൊക്കെ പരിധികളുണ്ട്, പരിമിതികളുണ്ട്. ഒരറ്റവും പരിധിയും പരിമിതിയുമില്ലാത്ത കേൾവിയുടെ ഉടമയാണ്. എല്ലാ ശബ്ദങ്ങളും കേൾക്കുന്നവനാണ് എൻ്റെ റബ്ബ്. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അലീമാണ് എൻ്റെ റബ്ബ്. അതുകൊണ്ട് കാവൽ തേടുന്ന, സഹായം തേടുന്ന എന്നെക്കുറിച്ചും എൻ്റെ റബ്ബിനറിയാം. ഏതെല്ലാം ആപത്തുകളാണ് ലോകത്ത് ആകാശഭൂമികളിൽ നിറഞ്ഞു കിടക്കുന്നത്, അവയെക്കുറിച്ചും അറിയുന്നവനാണ് എൻ്റെ റഹ്മാനായ റബ്ബ്. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി ഒരു നിലക്കും എനിക്കൊരു നിരാശയുമില്ലാതെ ഏത് വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഷർറുകൾ ലോകത്തുണ്ടോ അവയെക്കുറിച്ചെല്ലാം ഞാൻ റഹ്മാനായ റബ്ബിൻ്റെ നാമം ഉച്ചരിക്കുന്നു. അതിലൂടെ ഞാൻ അവനിലാണ് കാവൽ തേടുന്നത്, അവനോടാണ് ഞാൻ സഹായം തേടുന്നത് എന്നാണ് ഇസ്ലാം വളരെ കൃത്യമായി തന്നെ പറയുന്നത്. മനുഷ്യർ അവർക്ക് ആപത്തുകൾ ബാധിക്കാതിരിക്കാൻ വേണ്ടി പല വിധത്തിലുള്ള പ്രൊട്ടക്ഷനുകൾ സ്വീകരിക്കുന്നവരാണ്, കാവൽക്കാരെ ഏർപ്പെടുത്തുന്നവരാണ്. ഒരാൾക്ക് കാവൽക്കാരനെ ഏർപ്പെടുത്തിയാൽ ആ കാവൽക്കാരനും ഒരുപക്ഷെ അശ്രദ്ധമായി പോകുമ്പോഴാണ് ചിലപ്പോൾ ആളുകൾക്ക് അറ്റാക്കൊക്കെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാവാറ്. റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവൻ അശ്രദ്ധമാകുന്നൊരു പ്രശ്നമേ ഇല്ല. അതേപോലെ തന്നെ കാവൽക്കാർക്കും പാറാവുകാർക്കുമൊക്കെ അറിയാത്തൊരുപാട് ഷർറുകൾ ഉണ്ടാകും. റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയാത്ത ഒന്നുമില്ല. അപ്പൊ അവനെല്ലാം സമീആണ്, അവനെല്ലാം അലീമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ 3 തവണ ഇത് നമ്മൾ പ്രഭാതത്തിലും പറയണം, പ്രദോഷത്തിലും പറയണം. ബിസ്മില്ലാഹ് അല്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. വളരെ പെട്ടെന്നുള്ള ഏത് പരീക്ഷണങ്ങൾ ഏതൊക്കെ വിധത്തിൽ നമുക്ക് വരാം ആലോചിച്ചു നോക്കൂ. പെട്ടെന്ന് മനുഷ്യൻ നിനക്കാതിരിക്കുമ്പോൾ ആളുകൾ പെട്ടെന്ന് പടഞ്ഞ് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കാറുണ്ട്, മറ്റു വിധത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ഒരു രോഗവുമില്ലാത്ത ആളുകൾക്ക് പലതും സംഭവിക്കാറുണ്ട്. ചിരിച്ച് കളിച്ച് ഭക്ഷണം കഴിച്ച് വാഹനത്തിൽ യാത്ര ചെയ്ത് സംസാരിച്ചൊക്കെ ഇരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് മനുഷ്യരുടെ അവസ്ഥകൾ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് പെട്ടെന്ന് മാറിപ്പോകാറുണ്ട്. ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. ഏത് വിധത്തിലുള്ള എന്ത് സംഭവിക്കുന്നതിൽ നിന്നും അള്ളാഹുവിനോടാണ് നമ്മൾ സഹായം തേടുന്നത്. അപ്പൊ നല്ല ഉറച്ച ബോധ്യത്തോടെ പ്രിയമുള്ളവരെ, ഇത് പഠിച്ച മുഴുവൻ ആളുകളും തെറ്റുകൂടാതെ ഇത് പഠിച്ച് ഇതിൻ്റെ ആശയങ്ങൾ ഗ്രഹിച്ച് നിത്യജീവിതത്തിൽ രാവിലെ 3 തവണ, വൈകിട്ട് 3 തവണ മറക്കാതെ ചൊല്ലണമെന്നാണ് പറയാനുള്ളത്. അത് ഈമാനികമായ ദൃഢത നമുക്ക് വേണം. അനുഭവസ്ഥന്മാരുടെ അനുഭവങ്ങൾ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ ഹദീസ് മുത്തുമുസ്തഫയിൽ നിന്ന് കേട്ടത് 3-ാം ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണെന്ന്. അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുന്നത് മകനായ അബ്ബാൻ റളിയല്ലാഹു അൻഹു ആണ്. ആ അബ്ബാൻ റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് ഒരിക്കങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം പറയാണ്. ഈ ഹദീസ് ഒരിക്കൽ അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആര്? അബ്ബാൻ റളിയല്ലാഹു തആല അൻഹു. ഈ സംഭവം അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവന് യാതൊരു വിധത്തിലുള്ള ആപത്തും ബാധിക്കൂല എന്ന് 3 തവണ ഒരാൾ ഇത് പറഞ്ഞാൽ അവനെ ഒരു നിലക്കുമുള്ള പ്രശ്നങ്ങൾ ബാധിക്കൂല എന്നാണല്ലോ ഈ ഹദീസ്. അപ്പൊ ഇത് പറയുന്ന വേളയിൽ അബ്ബാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു പക്ഷാഘാതം പിടിപെട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ഒരു കുഴഞ്ഞു പോകുന്ന, നമ്മൾ പറയുമല്ലോ പക്ഷാഘാതം ബാധിക്കാൻ, അങ്ങനെ ഒരു ഭാഗം കുറച്ച് പ്രയാസകരമായ ചലനശേഷി നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു രോഗിയായ അവസ്ഥയിലായിരുന്നു ഇദ്ദേഹം ഇത് പറയുന്നത്. അപ്പം ഈ ഹദീസ് ഇദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈ രോഗം ബാധിച്ച സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും.
നിങ്ങളല്ലേ പറഞ്ഞത് ഈ ഹദീസ്, ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ദിക്ർ രാവിലെയും വൈകുന്നേരവും 3 തവണ പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്നവരാഘാതങ്ങളും ബാധിക്കില്ല എന്നല്ലേ നിങ്ങൾ ഈ ഹദീസിൽ പറയുന്നത്? പിന്നെന്താ നിങ്ങൾക്ക് ഈ ബാധിച്ചത് എന്നാണ് ആ നോട്ടത്തിൻ്റെ ഉദ്ദേശം. മഹാനായ അബ്ബാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ആളുകൾ ഇത് നോക്കുമ്പോൾ കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ അദ്ദേഹം അവർക്ക് മറുപടി കൊടുത്തു, അമാ ഇന്നൽ ഹദീസ് കമാ ഹദ്ദസ്തുക, ഹദീസ് ഞാൻ പറഞ്ഞതിൽ യാതൊരു തകരാറുമില്ല, ഞാൻ ആ പറഞ്ഞത് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. പിന്നെ എനിക്കിങ്ങനെ എന്തായെന്നല്ലേ ഇപ്പൊ നിങ്ങളുടെ സംശയം? വലാകിന്നീ ലം അഖുൽഹു യൗമഇദിൻ ലിയുംളിയല്ലാഹു അലയ്യ ഖദറഹു. നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ഇതെനിക്ക് ബാധിച്ച ദിവസം ഞാനിത് പറയാൻ വിട്ടുപോയി, ഇത് ഞാൻ അന്ന് പറഞ്ഞില്ല. ആ ദിവസമാണ് എനിക്കത് ബാധിച്ചതും. കാരണം അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം അത് നടപ്പിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ മറക്കണം. അപ്പൊ റബ്ബിൻ്റെ ഒരു തീരുമാനം അവിടെ നടക്കണം. അപ്പൊ അതുകൊണ്ട് ഞാനും അത് മറന്നു. റബ്ബിൻ്റെ ഖദർ, ഖളാ ഖദർ അത് നടക്കുക എന്ന നിലക്ക് അന്ന് ഞാനത് പറഞ്ഞതുമില്ല. എനിക്കത് പറയാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ തോന്നിയില്ല, അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടാകും. ഇതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, അതിലൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ അവരതിൽ സുദൃഢമായി വിശ്വസിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർന്നില്ല. ഇനി താബീഈങ്ങളുടെയും കാലം കഴിഞ്ഞ് തഫ്സീർ എഴുതിയിട്ടുള്ളൊരു ഗ്രന്ഥമാണ്, തഫ്സീർ എഴുതിയിട്ടുള്ളൊരു മഹാനായ പണ്ഡിതനാണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ. അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കുന്ന വേളയിൽ പറയുന്നുണ്ട്, ഈ ഹദീസ് സഹീഹായ ഹദീസാണ്. അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചിരുന്ന കാര്യമാണ്. അത് തജ്രിബയിലൂടെ, എൻ്റെ അനുഭവത്തിലൂടെ ഞാനത് മനസ്സിലാക്കിയിട്ടുമുണ്ട് ഈ ഹദീസിലെ കാര്യം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ ഈ ഹദീസ് കേട്ട നാൾ മുതൽ ഞാനിത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം ഞാനത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എന്തോ എനിക്കന്നറിയില്ല, ഒരു ദിവസം ഞാനിത് പറയാൻ വിട്ടുപോയി. അന്ന് സംഭവിച്ച കാര്യം അദ്ദേഹം പറയുന്നത് നോക്കൂ, ഫലദഗതിനി അഖറബുൻ, ഒരു തേള് എന്നെ കുത്തി ബിൽ മദീന, മദീനയിൽ നിന്ന് ഒരു തേള് എന്നെ രാത്രിയിൽ കുത്തി. ഫതഫക്കർതു, അന്നേരം ഞാൻ ചിന്തിച്ചു. ഫഇദാ അന, അപ്പ എനിക്ക് ബോധ്യമായി, ഖദ് നസീതു അൻ അതഅവദ ബിതിൽകൽ കലിമാത്ത്, ഈ കലിമാത്തുകൾ കൊണ്ട് ഞാനിത് രാവിലെയും വൈകുന്നേരമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് എനിക്ക് അപ്പോഴാണ് ബോധ്യമായത് എന്ന് ആര് പറയാണ്? ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ അൽ ഫുതൂഹാത്തുർ റബ്ബാനിയ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു അലാനിൻ്റെ അൽ ഫുതൂഹാത്തുർ റബ്ബാനിയയിൽ ഖുർത്തുബിയിൽ നിന്നുള്ള ഈ സംഭവം ഇബ്നു അലാൻ എന്തിയിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് എന്തിനാണ് സഹോദരങ്ങളെ? നമ്മുടെ മുൻഗാമികളൊക്കെ ഈ ദിക്റുകളും ദുആകളും ഒക്കെ പറയുമ്പോൾ, നമ്മളൊക്കെ പറയുമ്പോൾ അവർ കേവലം ഒരു നാവ് കൊണ്ടുള്ള ഉച്ചരിക്കുന്നത് മാത്രം അവസാനിപ്പിക്കാതെ അവരുടെ ഹൃദയത്തിലേക്ക് അതിൻ്റെ ആശയത്തിൽ നല്ല ഈമാനും പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ എന്ന സുദൃഢ ബോധ്യത്തോടും കൂടിയാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ പാത നമ്മളും പിൻപറ്റണമെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് മുടങ്ങാതെ പ്രഭാത പ്രദോഷങ്ങളിൽ 3 തവണ വീതം ബിസ്മില്ലാഹ് അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് നമ്മളെല്ലാവരും പറയുക.